അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹിബ്ബീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള മഹത്വങ്ങളെ കുറിച്ചിട്ടാണ്. ഒരുപാട് മഹത്വങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന് കൊടുത്തിട്ടുള്ളത്. ദുനിയാവിലും ആഖിറത്തിലും, മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ വരെയും സാധിച്ചു കിട്ടുന്ന ഒന്നാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ആയുധമാണ് സ്വലാത്ത്. നമുക്ക് ആകെ പ്രതീക്ഷയുള്ള ഒന്ന് എന്താണെന്ന് വെച്ചാൽ സ്വലാത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? മുത്തുനബി തങ്ങളുടെ സ്വലാത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്വലാത്ത് മുറുകെ പിടിക്കുക. നമ്മുടെ തങ്ങൾക്ക് വേണ്ടിയിട്ട് വഫാത്ത് സമയത്ത് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ സ്നേഹിച്ചെങ്കിൽ ആ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. നമ്മൾ സ്വലാത്ത് ചൊല്ലണം മുഹിബ്ബീങ്ങളെ. അള്ളാഹു വിചാരണ സമയത്ത് അർശിനെ തലയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയുന്നുണ്ട്, നബിയെ, തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ അള്ളാഹു വിചാരണ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മുത്തുനബി തങ്ങൾ ഓടി വന്ന് അയാളെ രക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം സ്നേഹമുള്ള തങ്ങളെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ തങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ നമ്മൾ ഡെയിലി നോക്കാം. അങ്ങനെ ചൊല്ലി ചൊല്ലി ലാസ്റ്റ് നമ്മൾ എന്താണ് സ്വലാത്ത് ചൊല്ലാണ്ടിരിക്കരുത്. കാരണം സ്വലാത്ത് ചൊല്ലുന്നവരും നമ്മുടെ കൽബ് ശുദ്ധിയാവാണ്. നമ്മുടെ കൽബ് ശുദ്ധിയാവുക മാത്രമല്ല, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നു, നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നു. ഇങ്ങനെ സ്വലാത്ത് ഡെയിലി ചൊല്ലി 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 നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നവർ നമുക്ക് സ്വലാത്തിനുള്ള ഇഷ്ടം കൂടും. അങ്ങനെ പിന്നെ നമുക്ക് എന്താണ് സ്വലാത്ത് ചൊല്ലാണ്ടിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരെ എത്തും. കാരണം നമ്മുടെ ഹൃദയം ശുദ്ധിയാവുന്നവരും നമുക്ക് സ്വലാത്തിനുള്ള ഇഷ്കും കൂടുവാണ്. അള്ളാഹു അങ്ങനെ കൂട്ടിത്തരും. അതോടെ മുത്തുനബി തങ്ങളോട് ഇഷ്കും കൂടും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സ്വലാത്ത് കൊണ്ടുണ്ട് മുഹിബ്ബീങ്ങളെ. അതുകൊണ്ട് സ്വലാത്തൊക്കെ നമ്മൾ നിത്യമായി ചൊല്ലാൻ ഒരു 100 സ്വലാത്തെങ്കിലും ഡെയിലി ചൊല്ലാൻ ശ്രമിക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ സ്വലാത്ത് കൂടിപ്പോവും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ സ്വലാത്ത് മുത്തുനബി തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് മുത്തുനബി തങ്ങൾ കാണുമ്പോൾ തങ്ങൾ സന്തോഷിക്കണം. ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് സ്വലാത്ത് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് 700 സ്വലാത്ത് മരിക്കുന്നത് വരെ നിത്യവും ചൊല്ലിയാൽ മരിക്കുന്ന അവസരത്തില് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വെച്ച് മരിക്കാൻ കഴിയും. പുഞ്ചിരി തൂകി നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ സമീപത്തുണ്ടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇബ്ലീസ് കെട്ടി ഓടും. ഓടിയാൽ ഈമാൻ നഷ്ടപ്പെടും. ആ അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, അബ്ശിർനീ അബ്ശിർനീ, സന്തോഷിച്ചടാ, രക്ഷപ്പെട്ടടാ, കഴിച്ചിലായടാ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവസാനമായി മരണത്തിന്റെ പൂമുഖത്ത് വച്ച് മനുഷ്യൻ ചിരിക്കും. ആ ചിരി പിന്നെ വാടില്ല. അതാണ് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകൾ പറയുകയാണ്. നമ്മൾ മരിച്ചെടുത്ത് പോകുമ്പോൾ ആ മയ്യത്ത് നമ്മൾ പറയും, ഇങ്ങനെ മയ്യത്ത് പുഞ്ചിരിച്ച് കിടക്കണം എന്ന് പറയും. ഇതാണ് സംഭവം. മുത്തുനബി തങ്ങളുടെ ആ പൂമുഖം കണ്ട് പിന്നെ എന്താല്ലേ ചിരിക്കാണ്ട് പിന്നെ എന്താ ചെയ്യാല്ലേ? അപ്പൊ ആ അവസരമൊക്കെ നമുക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അവസരങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡെയിലി 100 സ്വലാത്തുകൾ ചൊല്ലിയ പതുക്കെ നമ്മളെ സ്വലാത്തുകളൊക്കെ കൂട്ടി സ്വലാത്ത് ചൊല്ലാൻ പറ്റാത്ത ആ ഒരു സന്ദർഭമായി നമ്മൾ മാറണം. അത്രത്തോളം അഡിക്റ്റ് ആവണം നമ്മൾ സ്വലാത്തിന്റെ മേലില്. ഇനി സ്വലാത്ത് ചൊല്ലുന്നവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിക്കുന്നത്? അവന്റെ ആവശ്യങ്ങൾ നിറവേറിക്കൊടുക്കും. അവരുടെ ജീവിത സന്തോഷം സമാധാനം ഉണ്ടാവും. കടങ്ങൾ വീട് കിട്ടും. ടെൻഷൻ മാറി കിട്ടും. സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് ഈമാൻ വർധനവുണ്ടാകും. സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് സൂക്ഷ്മമായ ജീവിതം, അതാണല്ലോ നമുക്ക് വേണ്ടത്. ആ ജീവിതം വരും സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്നു. സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾക്ക് ഖബറെന്ന ഇരുട്ടെന്ന ഖബറിനുള്ളിൽ പ്രകാശം ഉണ്ടാകുന്നു. സ്വലാത്ത് വർദ്ധിപ്പിച്ച ആൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള വലിയൊരു ബന്ധം ഉണ്ടാകുന്നു. അതെല്ലാം നമുക്ക് വേണ്ട മുഹിബ്ബീങ്ങളെ. അതുകൊണ്ട് തന്നെ സ്വലാത്ത് മുറുകെ പിടിക്കുക. സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. പക്ഷേ ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. പുറമേ നമ്മൾ തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റി ജീവിക്കണം. ഹറാമായ രീതികളിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിഞ്ഞ്
എന്റെ മുത്തായി തങ്ങളെ എനിക്ക് സ്വപ്നത്തിൽ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം മൂലം സ്വലാത്ത് ചൊല്ലി നബി തങ്ങളുടെ സുന്നത്തുകളൊക്കെ പിൻപറ്റി സന്തോഷത്തോടെ നല്ല രീതി റാഹത്തായിട്ട് ഹറാമൊക്കെ എത്ര വന്നാലും എത്ര കാണു നോക്കിയാൽ നമ്മൾ കാണില്ല എന്നുള്ള വാശിയിൽ എന്റെ തങ്ങളെ എനിക്ക് കാണണമെന്നുള്ള അതിയായ ആഗ്രഹം മൂലം നമ്മൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി തങ്ങളെ ഇഷ്കിലായി നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ തീർച്ചയായും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും. ഇൻഷാ അള്ളാ ഒരുപാട് നേട്ടങ്ങളാണ് സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇൻഷാ അള്ളാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തായി നബി തങ്ങളുടെ പൂമുഖം കാണാനുള്ള പുഞ്ചിരിക്കുന്ന ആ പൂമുഖം കാണാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകും. 100% ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാത്തവരാണെങ്കിൽ ഇൻഷാ അള്ളാ ഇന്ന് മുതൽ സ്വലാത്ത് ചൊല്ല ദുആ വസിയത്തോടെ ഇൻഷാ അള്ളാ.